ഫസ്റ്റ് ഹാക്കിൽ നമ്മൾ പിക്ലോ ചോക്കോബാർ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ്. അപ്പൊ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെയിൻബോ കാൻഡീസ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഒരു പോപ്പിറ്റ് എടുക്കുകയാണ്. അതിനുശേഷം ഒരു അതിലേക്ക് നമ്മുടെ റെയിൻബോ കാൻഡീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഫ്രീസ് ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളി നമ്മുടെ പിക്ലോ ചോക്കോബാർ നമുക്ക് കിട്ടാണ്. അപ്പൊ ഈ ഹാക്ക് വർക്ക്ഔട്ട് ആവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ എന്തായത് ഇതിന്റെ പേര് പിക്ലോ ചോക്കോബാർ. അപ്പൊ ഇത് പേര് അടിപൊളിയല്ലേ? എന്താ കാരണം ഈ പേര് വരാൻ കാരണം അറിയോ നിങ്ങൾക്ക്? എന്ന് വെച്ചാൽ നമ്മുടെ പിക്ല പിക്ല പിങ് പിങ് ആ ഒരു ട്യൂൺ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പൊ ആ ട്യൂൺ വരുന്ന സംഭവമാണ് നമ്മുടെ സ്വന്തം പെട്ടിക്കടയിൽ വരെ കിട്ടുന്ന നമ്മുടെ സ്വന്തം ജെംസ് ആണിത്. അപ്പൊ നമ്മുടെ ജെംസ് മിഠായി ആണ് നമ്മള് റെയിൻബോ കാൻഡി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ബിൽഡപ്പ് കൊടുത്ത് പറഞ്ഞത്. ഒരു വെറൈറ്റി കൊടുത്തിട്ട് പറഞ്ഞുള്ള കേൾക്കുമ്പോൾ നിങ്ങൾക്ക് റെയിൻബോ കാൻഡി അതൊക്കെ ശരിക്കും എവിടെ നിന്ന് കിട്ടിയെന്ന് തോന്നില്ലേ? അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പൊ നമ്മൾ സാധാരണ ജെംസ് ആണിത്. ജെംസിന്റെ 5 രൂപയുടെ പാക്കറ്റ് ഒക്കെ മേടിച്ചിട്ട് അതിങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിന്റെ മുകളിൽ നമ്മുടെ ഡയറി മിൽക്ക് ഇല്ലേ അതാണ് ഒഴിച്ചു കൊടുത്തത്. നമ്മള് അത് നമ്മുടെ ചൂടുവെള്ളത്തിലിട്ട് മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഡയറി മിൽക്ക് ഒഴിച്ചു കൊടുത്തേട്ടാ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ചോക്ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതേപോലത്തെ ഒരു ചോക്ലേറ്റ് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുണ്ട്. ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ അവർക്ക് ഇത് കണ്ട. അപ്പൊ ഇതിനെ ഒരു പേര് നമുക്ക് വേണമെങ്കിൽ ജെംസ് ഡയറി മിൽക്ക് ചോക്ലേറ്റ് എന്നൊക്കെ പറയാം. അതൊക്കെ പറയുമ്പോൾ രസമില്ല. പക്ഷെ അതിന് പേര് നമ്മള് എന്താ പറഞ്ഞ പിക്ലോ ചോക്കോബാർ എന്ന് പറയുമ്പോ അതിനൊരു പ്രത്യേകത ഇല്ലേ, ഒരു വെറൈറ്റി അല്ല. നമുക്കിത് ടേസ്റ്റ് ചെയ്തോക്കാം. ജെംസ് ഇഷ്ടമില്ലാത്തൊരു ആരും ഉണ്ടാവില്ല. ജെംസ് ഭയങ്കര ടേസ്റ്റ് ആണ്. ഡയറി മിൽക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല, അതിലും ടേസ്റ്റ് ആണ്. രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് വരുമ്പോഴത്തെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഇതുകൊണ്ട് വായിലിട്ടല്ലേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. സൂപ്പറായിട്ട്. ഞാൻ എപ്പോഴും പറയണ്ട, ഫുഡ് ഹാക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു പോയി തിന്നോണ്ടേ ഇരിക്കുന്നു. അത് കണ്ടപ്പോഴേ തോന്നി. ഇത്തവണ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ ചെയ്തല്ലോ വെച്ചാൽ ഏറ്റവും അടിപൊളി ഹാക്ക് ഇതായിരിക്കും. ചെയ്ത് തുടങ്ങിയിട്ടല്ല, അപ്പോഴേക്കും ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ. പക്ഷെ മുന്നേ ഞാൻ പറയണം, നമ്മൾ ഈ ചാനലൊക്കെ ഏറ്റവും സൂപ്പർ ഹാക്ക് ഇതായിരിക്കും. അതിന്റെ ഒരു ഭംഗി, എന്താ ലുക്ക്, എന്താ കഴിക്കാനാണെങ്കിൽ അതിൽ ടേസ്റ്റ്. ഞാൻ ഇപ്പൊ കഴിക്കില്ല, പിന്നെ ഓർത്താൻ പറയാൻ പറ്റില്ല. മനസ്സിലാക്കി കളഞ്ഞല്ല. അപ്പൊ 10 ൽ 10 മാർക്ക് കൂടി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം.